ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 73. ബെത്ലഹേമിലെ കർഷകന്റെ വീടും ഗുഹയും ഈശോ സന്ദർശിക്കുന്നു. വേനൽക്കാലത്തെ വെയിലിൽ പൊള്ളി വരണ്ടു കിടക്കുന്ന ഒരു റോഡ്, കല്ലും പൊടിയും നിറഞ്ഞ ഒരു പരന്ന വഴി. വലിയ ഒലിവ് വൃക്ഷങ്ങൾ റോഡിന്റെ ഇരുവശത്തും ഉണ്ട്. മരങ്ങളിൽ നിറയെ ചെറിയ ഒലിവ് കായ്കളുണ്ട്. ആളുകൾ നടക്കുന്ന ഭാഗത്ത് ചെറിയ ഒലിവ് പൂക്കൾ വീണുകിടപ്പുണ്ട്. ബീജസങ്കലനത്തിന് ശേഷം പൊഴിഞ്ഞു വീണ പൂക്കളാണ്. ഈശോയും 3 ശിഷ്യന്മാരും ഒരു വരിയായി റോഡിന്റെ ഓരം ചേർന്ന് പോകുകയാണ്. അവിടെ ഒലിവ് മരങ്ങളുടെ നിഴലുള്ളതുകൊണ്ട് ഇപ്പോഴും പച്ച പുല്ലുണ്ട്. അവിടെ പൊടി കുറവാണ്. റോഡ് കുത്തനെ വളഞ്ഞ് കുന്നുകയറി തുടങ്ങുന്നു. കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു വലിയ താഴ്വരയിലേക്കാണ് പോകുന്നത്. അവിടെ കുറെ വീടുകളുണ്ട്. ചെറിയ ഒരു പട്ടണമാണ്. റോഡ് വളയുന്നിടത്ത് സമചതുരത്തിലുള്ള ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു മേൽക്കൂരയുണ്ട്. എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരു സ്ഥലം പോലുണ്ട്. അത് റാഹേലിന്റെ ശവകുടീരമാണ്, സൈമൺ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് ബെത്ലഹേമിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ പട്ടണത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല യൂദാസേ, നിന്നെ ഒരു സ്ഥലം കാണിച്ചു തരാം. പിന്നീട് പട്ടണത്തിലേക്ക് പോകാം. വൈകിട്ട് നല്ല നിലാവുണ്ട്. കുറെ നേരത്തേക്ക് കൂടി സൂര്യപ്രകാശമുണ്ടായിരിക്കും. ആളുകളോട് സംസാരിക്കാൻ കഴിയും. അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായാൽ. അങ്ങ് പറയുന്നത് കേൾക്കാൻ അവർ വരില്ല എന്ന് തോന്നുന്നുണ്ടോ? അവർ ശവകുടീരത്തിന്റെ അടുത്തെത്തി. പുരാതനമാണെങ്കിലും കേടുപാടില്ലാതെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കുടീരം. വെള്ള പൂശിയിട്ടുണ്ട്. അടുത്തുള്ള ഒരു നാടൻ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനായി ഈശോ നിന്നു. വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീ ഈശോയ്ക്ക് വെള്ളം കൊടുക്കുന്നു. ഈശോ അവളോട് ചോദിച്ചു, ബെത്ലഹേമിൽ നിന്നാണോ? അതെ, ഇപ്പോൾ കൊയ്ത്തുകാലമായതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൻപുറത്ത് ഭർത്താവിനോടൊപ്പം താമസിക്കുകയാണ്. പച്ചക്കറിത്തോട്ടങ്ങളും ഫലവൃക്ഷങ്ങളും അന്വേഷിക്കാനുണ്ട്. അങ്ങ് ഗലീലിയാക്കാരനാണോ? ഞാൻ ജനിച്ചത് ബെത്ലഹേമിലാണ്, എന്നാൽ താമസിക്കുന്നത് ഗലീലിയായിലെ നസ്രസിലാണ്. അവിടെ പീഡനമുണ്ടോ? കുടുംബത്തെ പീഡിപ്പിക്കുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെ ചോദിച്ചത്? ബെത്ലഹേമിൽ ഏറെ പേരെ പീഡിപ്പിക്കുന്നുണ്ടോ? അറിഞ്ഞുകൂടെ? വയസ്സെത്രയായി? 30. ഓ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനിച്ച ഇടയ്ക്കായിരിക്കും അത് സംഭവിച്ചത്. എന്തൊരു മഹാവിപത്ത്! അദ്ദേഹം എന്തിനാണാവോ ഇവിടെ വന്നു പിറന്നത്? ആര്? രക്ഷകനാണ് എന്ന് അവർ പറയുന്ന ആൾ. മേഘങ്ങൾ കണ്ട് മാലാഖമാരാണെന്നും ആടുകളുടെ കരച്ചിലും പശുക്കൾ അമർന്ന ശബ്ദവും സ്വർഗത്തിൽ നിന്നുള്ള വെളിപാടാണെന്നും തെറ്റിദ്ധരിച്ച കുറെ മുക്കുടിയന്മാർ. 3 പാവങ്ങളെ കണ്ട് അവർ ലോകത്തിലേക്കും പരിശുദ്ധന്മാരാണെന്ന് കരുതി രക്ഷകൻ പിറന്നു എന്ന് വിളിച്ചുകൂവി നടന്നു. ശപിക്കപ്പെട്ട മടയന്മാർ. അവരെ വിശ്വസിച്ചവരും മുടിയട്ടെ. നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും ശപിക്കുന്നതല്ലാതെ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ശപിക്കുന്നത്? പറയാം. നിങ്ങൾ എവിടെ പോകുന്നു? ബെത്ലഹേമിലേക്ക്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് അവിടെ കുറച്ച് ജോലിയുണ്ട്. പഴയ ചില കൂട്ടുകാരെ കാണണം. എൻ്റെ അമ്മയുടെ സ്നേഹാന്വേഷണങ്ങൾ അവരെ അറിയിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഇവിടെ നിന്ന് പോയിട്ട് കുറേ വർഷങ്ങളായി. എനിക്ക് 3-4 മാസം മാത്രം പ്രായമായിരുന്നപ്പോൾ പോയതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും അറിയണമെന്നുണ്ട്. അപ്പോൾ ആ മഹാവിപത്തിന് മുമ്പേ നിങ്ങൾ പോയി കാണും. ഒരു പാവപ്പെട്ട കൃഷിപ്പണിക്കാരൻ്റെ വീട്ടിൽ വരുന്നതിന് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. ഞങ്ങളുടെ റൊട്ടിയും ഉപ്പും പങ്കുവയ്ക്കൂ. കൂട്ടുകാർക്കും വരാം, എല്ലാവർക്കും വരാം. അത്താഴത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാം. എല്ലാവർക്കും ഒരു രാത്രി അവിടെ തങ്ങാം. എൻ്റെ വീട് ചെറുതാണ്, പക്ഷേ തൊഴുത്തിൻ്റെ മുകളിൽ ധാരാളം വൈക്കോൽ കൂട്ടിയിട്ടിട്ടുണ്ട്. രാത്രി മഴ പെയ്യില്ല. നല്ല ചൂടുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈക്കോൽ നിരത്തിയിട്ട് ഉറങ്ങാം. നിങ്ങളുടെ സന്മനസ്സിന് ഇസ്രായേലിൻ്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഒരു തീർത്ഥാടകനെ സഹായിച്ചാൽ ദൈവം അതിന് പ്രതിഫലം തരും. നമുക്ക് പോകാം.
പക്ഷേ അതിനു മുമ്പ് 6 കുടം വെള്ളം ഈയിടെ നട്ട ചെടികൾക്ക് ഒഴിക്കണം. ഞാൻ സഹായിക്കാം. അത് വേണ്ട, നിങ്ങൾ ഒരു മാന്യനാണ്, പെരുമാറ്റത്തിൽ നിന്ന് അറിയാം. ഞാൻ ഒരു പണിക്കാരനാണ്, ഇയാൾ ഒരു മീൻപിടുത്തക്കാരനാണ്. ആ 2 പേർ യഹൂദക്കാരാണ്, ജോലിയുണ്ട്, സൗകര്യത്തിൽ കഴിയുന്നവരാണ്. ഞാൻ അങ്ങനെയല്ല. ഈശോ നിലത്ത് വച്ചിരുന്ന ഒരു കുടം എടുത്ത് കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കയറ് കെട്ടി കുടം കിണറ്റിൽ ഇറക്കുന്നു. ജോൺ സഹായിക്കുന്നു. മറ്റ് 2 പേരും സഹായിക്കാൻ താൽപ്പര്യം കാട്ടുന്നു. എവിടെയാണ് നനയ്ക്കേണ്ട ചെടികൾ? ഞങ്ങൾ വെള്ളം നിറച്ച കുടങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെള്ളം ചുമന്ന് എൻ്റെ നടു ഒടിയാറായി. വരൂ. ഈശോ കുടം കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റുന്നതിനിടയ്ക്ക് 3 ശിഷ്യന്മാർ പോയി 2 ഒഴിഞ്ഞ കുടങ്ങളുമായി വന്നു. കുടങ്ങൾ നിറച്ചുകൊണ്ടുപോയി. ഇങ്ങനെ 3 പ്രാവശ്യമല്ല, 10 പ്രാവശ്യം വെള്ളം കൊണ്ടുപോയി. യൂദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ തൊണ്ട വരണ്ടു. അവരുടെ സലാഡിന് 2 ദിവസത്തേക്ക് ഇനി വെള്ളമൊഴിക്കണ്ട. മണ്ണ് അത്രയ്ക്ക് കുതിർന്നിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഇനി നടു ഒടിക്കണ്ട. അയാൾ അവസാനമായി കുടവും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഗുരു, നമ്മുടെ കഷ്ടകാലം. എന്തുപറ്റി യൂദാസേ? അവൾക്ക് മിശിഹായോട് വലിയ വിരോധമാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശപിക്കരുത്. ദൈവജനത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് മിശിഹ. യാക്കോബിനും അതിനുശേഷം എല്ലാ പ്രവാചകന്മാർക്കും ഇസ്രായേലിലെ നീതിമാന്മാരായ ആളുകൾക്കും ദൈവം മിശിഹായെ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കിട്ടിയത് മിശിഹായെ അല്ല, കുടിച്ച് ലക്കില്ലാതിരുന്ന കുറേ ആട്ടിടയന്മാരും കിഴക്കുനിന്ന് വന്ന 3 ജ്യോതിഷക്കാരും മിശിഹ ആണെന്ന് പറഞ്ഞവൻ. ഈ പറയുന്ന ആൾ അങ്ങായ സ്ഥിതിക്ക് അത് സാരമില്ല. ഞാൻ പലർക്കും മനസ്സിലാകാത്ത ഒരു കടങ്കഥയാണ്. എന്നെക്കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടാകും. ഞാൻ ആരാണെന്ന് നീ അവളോട് പറഞ്ഞോ? ഇല്ല, ഞാൻ അത്രയ്ക്ക് മടയനല്ല. ഇവിടെ നിന്ന് അടികൊള്ളാതെ അങ്ങേക്കും ഞങ്ങൾക്കും രക്ഷപ്പെടണമല്ലോ. അത് ബുദ്ധിയായി. അടികൊള്ളാതിരിക്കാനല്ല. സമയം വരുമ്പോൾ ഞാൻ എന്നെ വെളിപ്പെടുത്തും. നമുക്ക് പോകാം. പച്ചക്കറിത്തോട്ടം വരെ യൂദാസ് വഴി കാട്ടുന്നു. അവസാനത്തെ 3 കുടം വെള്ളം കൂടി ചെടികൾക്കൊഴിച്ചിട്ട് ആ സ്ത്രീ തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി. അകത്തേക്ക് പോയിക്കൊള്ളൂ, എൻ്റെ ഭർത്താവ് അവിടെയുണ്ട്. അവർ കാണുന്നത് പുക തിങ്ങി നിൽക്കുന്ന ഒരു അടുക്കളയാണ്. ഈ വീട്ടിന് സമാധാനം എന്ന് ഈശോ പറഞ്ഞു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെയും കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉള്ളിലേക്ക് വരൂ എന്ന് ഗൃഹനാഥൻ പറഞ്ഞു. കൈയും കാലും കഴുകുന്നതിനും ക്ഷീണം മാറ്റുന്നതിനും വെള്ളം വച്ചിരിക്കുന്ന വലിയൊരു കുട്ടകത്തിൻ്റെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവരെല്ലാവരും ഒരു സാധാരണ മേശയുടെ ചുറ്റും ഇരുന്നു. ചെടി നനയ്ക്കാൻ ഭാര്യയെ സഹായിച്ചതിന് നന്ദി. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഗലീലിയാക്കാരുമായി ഇടപെട്ടിട്ടില്ല. അവർ വിവരമില്ലാത്തവരും വഴക്കാളികളുമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നല്ലവരാണ്, കരുണയുള്ളവരാണ്. ക്ഷീണിച്ചിരുന്നിട്ടും നല്ലതുപോലെ പണിയെടുത്തു. ദൂരെ നിന്നാണോ വരുന്നത്? ജെറുസലേമിൽ നിന്ന്. ഈ 2 പേർ യൂദയാക്കാരാണ്. മറ്റേയാളും ഞാനും ഗലീലിയാക്കാരാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. നല്ലവരും തെമ്മാടികളും എല്ലാ ദേശത്തും കാണും. അത് നേരാണ്. ഞാൻ ആദ്യമായി ഗലീലിയാക്കാരെ കാണുകയാണ്. അവർ നല്ലവരുമാണ്. ഭക്ഷണം കൊണ്ടുവരൂ. ഞാൻ കൃഷിപ്പണിക്കാരനാണ്. ഇവിടെ റൊട്ടിയും പച്ചക്കറിയും ഒലിവും ചീസും മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല നിലയിൽ കഴിഞ്ഞവനല്ല, ആശാരിയാണ്. നിങ്ങളോ? നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. അപ്പോൾ വീട്ടമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു, നമ്മുടെ അതിഥി ബെത്ലഹേമിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും പണക്കാരോ പഠിപ്പുള്ളവരോ ആയിരുന്നിരിക്കും. ഊറിൻ്റെ മകൻ ജോഷുവയെയും ഐസക്കിൻ്റെ മകൻ മത്തായിയെയും അബ്രഹാമിൻ്റെ മകൻ ലേവിയെയും പോലെ. നിന്നോടാരും ചോദിച്ചിട്ടില്ല. അവളോട് ക്ഷമിക്കുക. വൈകുന്നേരം ഒന്നിച്ചു കൂടുന്ന കുരുവികളെപ്പോലെ നിർത്താതെ സംസാരിക്കുന്നവരാണ് സ്ത്രീകൾ. അതെല്ലാം ബെത്ലഹേമിലെ കുടുംബങ്ങളായിരുന്നോ? നിങ്ങൾ ബെത്ലഹേമിൽ നിന്നാണ് വരുന്നത്, എന്നിട്ടും ഇവരെ അറിയില്ലേ?
എനിക്ക് 2-3 മാസം പ്രായമായിരുന്നപ്പോൾ ഞങ്ങൾ ഒളിച്ചോടിപ്പോയി. മഹാവർത്തമാനക്കാരിയായ സ്ത്രീ വീണ്ടും പറഞ്ഞു. ആ കൂട്ടക്കൊലയ്ക്ക് മുമ്പ് അവർ രക്ഷപ്പെട്ടു. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ ഭൂമുഖത്ത് കാണുമായിരുന്നില്ല. അതിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ലേ? ഇല്ല, ഒരിക്കലും തിരിച്ചു വന്നില്ല. എന്തൊരു മഹാവിപത്ത്! നിങ്ങൾ ആരെയോ ഒക്കെ കാണണമെന്ന് സാറ പറഞ്ഞു. അവരിൽ അധികം പേരെയും കണ്ടെത്താൻ ഇടയില്ല. കുറേയേറെ പേരെ കൊന്നു. ഏറെ പേർ ഓടിപ്പോയി. ഏറെ ആളുകളെ കാണാനേയില്ല. ജയിലിൽ കിടന്ന് മരിച്ചോ മരുഭൂമിയിൽ വച്ച് മരിച്ചോ എന്നറിഞ്ഞുകൂടാ. പ്രക്ഷോഭണത്തിന് സർക്കാർ കുറേയധികം പേരെ ജയിലിലടച്ചു. അതെന്തൊരു പ്രക്ഷോഭണം! പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല നടത്തുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ ആർക്ക് കഴിയും? ആ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചിട്ടും ലേവിയും ഏലിയാസും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് നെറികേടല്ലേ? അവരാരാണ്? അവരെന്തു ചെയ്തു? ആ കൂട്ടക്കൊലയെപ്പറ്റിയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഹേറോദ് നടത്തിയ കൂട്ടക്കൊല. ടൗണിൽ 1000 കുട്ടികൾക്കു മേൽ കൊല്ലപ്പെട്ടു. അവരെല്ലാവരും തന്നെ ആൺകുട്ടികളായിരുന്നു. ഇരുട്ടിൽ അമ്മമാരുടെ കട്ടിലിൽ നിന്നും തൊട്ടിലുകളിൽ നിന്നും അവർ ആക്രമിച്ച വീടുകളിൽ നിന്നും പട്ടാളക്കാർ കുട്ടികളെ തട്ടിപ്പറിച്ച് കൊല നടത്തുകയായിരുന്നു. അമ്പെയ്തു വീഴ്ത്തിയ കാട്ടാടിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ അവർ ബെത്ലഹേമിലെ ശിശുക്കളെ കുത്തിക്കൊന്നു, കശാപ്പു ചെയ്തു. ഇതെല്ലാം എന്തിനു വേണ്ടി? കുടിച്ച് ബോധമില്ലാതിരുന്ന കുറെ ആട്ടിടയന്മാർ മാലാഖമാരെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അവർ സ്വർഗത്തിൽ നിന്ന് പാട്ട് കേട്ടത്രേ. അവർ ഞങ്ങളെയെല്ലാം വന്ന് വിളിച്ചു, മിശിഹ പിറന്നിരിക്കുന്നു, വരുവിൻ, മിശിഹായെ വണങ്ങാം. മിശിഹ പിറന്നിരിക്കുന്നത്രേ, അതും ഒരു ഗുഹയിൽ. ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളെല്ലാം വിവരമില്ലാത്തവരെ പോലെയാണ് പെരുമാറിയത്. അന്ന് എനിക്ക് 10-18 വയസ്സ് കാണും. എൻ്റെ ഭാര്യയ്ക്ക് 7-8 വയസ്സ്. ആട്ടിടയന്മാർ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു. ഗുഹയിൽ ചെന്നപ്പോൾ കണ്ട ഗലീലിയക്കാരിയായ സ്ത്രീ ദീർഘദർശികൾ പറയുന്ന കന്യകാമാതാവായി ഞങ്ങൾ കണ്ടു. പക്ഷേ അവരുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത ഒരു ഗലീലിയക്കാരൻ. ആ സ്ത്രീ അയാളുടെ ഭാര്യയാണെങ്കിൽ അവൾ എങ്ങനെ കന്യക ആകും? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഇടയന്മാർ പറഞ്ഞത് വിശ്വസിച്ചു. ആ കുഞ്ഞിന് സമ്മാനങ്ങൾ കൊടുത്തു. കുഞ്ഞിനെ ഞങ്ങൾ ആരാധിച്ചു. ആ കുടുംബത്തെ നാട്ടുകാർ സ്വന്തം ഭവനങ്ങളിൽ സ്വീകരിച്ച് സൽക്കരിച്ചു. അവർ ഏതായാലും ആ നാടകത്തിൽ അവരുടെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു. പാവം അന്ന, അവൾക്ക് സ്വത്തും പോയി, ജീവനും പോയി. അവളുടെ മൂത്ത മകളുടെ കുട്ടികൾക്ക് അവരുടെ സ്വത്ത് അത്രയും നഷ്ടമായി. അവരുടെ വീട് തീ വച്ച് നശിപ്പിച്ചു, തോട്ടം വെട്ടി വെളുപ്പിച്ചു. ഇന്നും ആ ഭൂമി തരിശായി കിടക്കുകയാണ്. എല്ലാം ഹേറോദിൻ്റെ ജെറുസലത്തെ ഒരു കച്ചവടക്കാരനായിരുന്നു. അവരുടെ പറമ്പ് ഇന്ന് ആടുകൾക്ക് മേച്ചിൽപ്പുറമാണ്. ഇതെല്ലാം സംഭവിച്ചത് ആട്ടിടയന്മാരുടെ കുറ്റം കൊണ്ട് മാത്രമാണോ? അല്ല, ആ 3 മന്ത്രവാദികളുടെയും കുറ്റമാണ്. ചെകുത്താൻ്റെ നാട്ടിൽ നിന്ന് വന്നവർ. ഒരുപക്ഷെ ആട്ടിടയന്മാർ ഈ മന്ത്രവാദികൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചതാകാം. ബെത്ലഹേമിന് ഇത്ര പ്രശസ്തി ഉണ്ടായതിൽ ഞങ്ങൾ അഭിമാനം കൊണ്ടു. പ്രാർത്ഥനാലയത്തിലെ പ്രധാന ഉപദേശിയെ ഞങ്ങൾ കൊന്നു. ആട്ടിടയന്മാരും മന്ത്രവാദികളും പറഞ്ഞത് സത്യമാണ്. പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അയാൾ ആണയിട്ട് പറഞ്ഞു. അതിന് ഞങ്ങൾ അയാളെ കൊന്നു. അപ്പോൾ ഇടയന്മാരും മന്ത്രവാദികളും കൂടിയാണ് ഈ അപകടം വരുത്തിവച്ചത്. അങ്ങനെയല്ല, ഞങ്ങളുടെ കുറ്റവും ഉണ്ട്. അവർ പറഞ്ഞതെല്ലാം അതേപടി വിഴുങ്ങി. മിശിഹ വരാൻ എത്രയോ നാളായി കാത്തിരിക്കുന്നു. നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ്. ഈ അടുത്ത കാലത്ത് പല കള്ളപ്രവാചകന്മാരും വന്ന് മിശിഹായാണെന്ന് സ്വയം അവകാശപ്പെട്ടു. അതെല്ലാം ജനത്തെ നിരാശരാക്കിയിരുന്നു. ഒരുത്തൻ നിങ്ങളെപ്പോലെ ഒരു ഗലീലിയക്കാരനായിരുന്നു. വേറൊരുത്തൻ ഉണ്ടായിരുന്നു, തെവുദാസ്. കള്ളന്മാർ, നുണയന്മാർ. മിശിഹ ആണത്രേ. പണമുണ്ടാക്കാൻ ഓരോ വഴി അന്വേഷിച്ച് നടക്കുന്ന ചെപ്പടി വിദ്യക്കാർ. ഞങ്ങൾ ഈ അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠം പഠിക്കേണ്ടതായിരുന്നു. അതിനു പകരം പിന്നെ നിങ്ങൾ എന്തിനാണ് ആട്ടിടയന്മാരെയും മന്ത്രവാദികളെയും ഇങ്ങനെ ശപിക്കുന്നത്? നിങ്ങൾ വിഡ്ഢികളായി പോയെങ്കിൽ അതിന് നിങ്ങളെ തന്നെ പഴിക്കൂ. എന്നാൽ സ്നേഹത്തിൻ്റെ കൽപ്പന പറയുന്നത്
ആരെയും ശപിക്കരുത് എന്നാണ്. ശപിക്കുന്നവൻ ശപിക്കപ്പെടും. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തീർച്ചയാണോ? ഒരുപക്ഷെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യമായിരിക്കാം ആട്ടിടയന്മാരും മന്ത്രവാദികളും പറഞ്ഞത്. അവർ നുണ പറയുന്നവരാണ് എന്ന് വിശ്വസിക്കാൻ ഇത്ര തത്രപ്പെടുന്നതെന്തിന്? കാരണമുണ്ട്. പ്രവചനത്തിൽ പറയുന്ന വർഷങ്ങൾ പൂർത്തിയായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഇക്കാര്യം ഓർത്തു. ഇവിടെ രക്തപ്പുഴ ഒഴുകിയതിന് ശേഷമേ ഞങ്ങളുടെ കണ്ണ് തുറന്നുള്ളൂ. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹാതിരേകം കൊണ്ട് രക്ഷകന്റെ വരവ് കുറെ നേരത്തെ ആക്കിക്കൂടെ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രവാദികൾ മിശിഹ പിറന്നു എന്ന് പറഞ്ഞത്? അവർ കിഴക്കുനിന്ന് വന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു പുതിയ നക്ഷത്രത്തെ സംബന്ധിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ നിന്നും ഒരു നക്ഷത്രം നേതൃത്വം ഏറ്റെടുക്കും. ഇസ്രായേലിൽ ഒരാൾ ചെങ്കോൽ പിടിക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. വലിയ പൂർവ്വപിതാവായ യാക്കോബ് ബെത്ലഹേമിൽ തങ്ങിയില്ലേ? ബെത്ലഹേമിനെ അദ്ദേഹം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചില്ലേ? അവിടെ വച്ചാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട റാഹേൽ മരിച്ചത്. ജസയുടെ കുടുംബത്തിൽ നിന്നും ഒരു ശിഖരം കിളിർക്കും, അയാളുടെ വേരിൽ നിന്നും ഒരു സന്തതി ജനിക്കും എന്നും ഒരു ദീർഘദർശി പറഞ്ഞിട്ടില്ലേ? ദാവീദിൻ്റെ പിതാവായ ജസ്സെ ജനിച്ചത് ഇവിടെയാണ്. സ്വേച്ഛാധിപതികൾ പിടിച്ചെടുത്ത ദാവീദിൻ്റെ രാജ്യം മൂടോടെ അവർ നശിപ്പിച്ച ചെടി, അതിൽ നിന്ന് കിളിർത്തു വന്ന മുളയല്ലേ കന്യക. അവൾ ഗർഭം ധരിച്ചത് മാനുഷികമായ രീതിയിലുള്ള ദൈവത്തിൻ്റെ തിരുമനസ് പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ അവൾ എങ്ങനെ കന്യകയായി ഒരു മകനെ പ്രസവിക്കും? ആ കന്യക പ്രസവിക്കുന്നത് ഇമ്മാനുവേലിനെയാണ്, ദൈവത്തിൻ്റെ പുത്രൻ. ദൈവം തന്നെ ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെ കൊണ്ടുവരുന്നവൻ. അവൻ്റെ വരവിനെപ്പറ്റി ഇരുട്ടിൽ നടക്കുന്നവർക്ക്, പുറജാതിക്കാർക്ക് വലിയ ഒരു വെളിച്ചം അറിവ് നൽകും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ലേ? യാക്കോബിൻ്റെ നക്ഷത്രം ബാലാമും ഏശയ്യായും പ്രവചിച്ചിട്ടുള്ള വലിയ വെളിച്ചമായി കൂടെ? മന്ത്രവാദികൾ കണ്ട നക്ഷത്രം. റാമായിൽ ഒരു സ്വരം കേട്ടു. റാഹേൽ അവളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ശബ്ദമാണ് അത്. എഫ്രാത്തായിലെ ശവകുടീരത്തിൽ കിടക്കുന്ന റാഹേലിൻ്റെ അസ്ഥികളിൽ നിന്ന് കണ്ണുനീരൂറും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? രക്ഷകൻ വരികയും പരിശുദ്ധ ജനത്തിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും. കൊടുങ്കാറ്റ് കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണങ്ങൾ മഴവില്ലായി മാറുന്നത് പോലെ ഈ കണ്ണുനീർത്തുള്ളികൾ ദിവ്യമായ മന്ദഹാസമായി മാറാനുള്ളതാണ്. പ്രവചനം തുടരുന്നു. ഇതാ ഇവിടെ ആകാശം വീണ്ടും പ്രസന്നമായി. നിങ്ങൾ പഠിപ്പുള്ളവനാണല്ലോ. നിങ്ങൾ ഒരു റബ്ബിയാണോ? അതെ, ഞാൻ റബ്ബിയാണ്. എനിക്കത് തോന്നി. നിങ്ങളുടെ വാക്കുകളിൽ വെളിച്ചവും സത്യവുമുണ്ട്. പക്ഷേ ഈ ബെത്ലഹേമിൽ ഉണങ്ങാത്ത ഏറെ വ്രണങ്ങൾ ഇപ്പോഴുമുണ്ട്. മിശിഹായാണ് അതിൻ്റെ കാരണക്കാരൻ. കള്ള മിശിഹായോ? സത്യത്തിലുള്ള മിശിഹായോ? മിശിഹ ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. വന്നാൽ അയാളെ ജനം സ്വാഗതം ചെയ്യില്ല, തള്ളിക്കളയും. സ്വന്തം കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ഒരു വളർത്തുപുത്രനെ എന്ന പോലെ. ഏതായാലും ഞങ്ങൾ കണ്ട ശിശു മിശിഹ ആയിരുന്നെങ്കിൽ ഇവിടെ കൊല്ലപ്പെട്ട ശിശുക്കളോടൊപ്പം അവനെയും കൊന്നിരിക്കും. ലേവിയും ഏലിയാസും എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾക്ക് അവരെ പരിചയമുണ്ടോ? ഗൃഹനാഥൻ സംശയദൃഷ്ടിയോടുകൂടി ഈശോയെ നോക്കി. എനിക്ക് അവരെ പരിചയമില്ല. ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അവർ ദുഃഖിച്ചു കഴിയുന്നു. അങ്ങനെയുള്ളവരോട് എനിക്ക് എപ്പോഴും അനുകമ്പ ഉണ്ട്. എനിക്ക് അവരെ കാണണം. 30 വർഷത്തിന് ശേഷം അവരെ കാണാൻ ചെല്ലുന്ന ആദ്യത്തെ ആൾ നിങ്ങളായിരിക്കും. അവർ ഇപ്പോഴും ഇടയന്മാരാണ്. ഇവിടെ കൊല്ലപ്പെട്ട മിക്കവാറും ആളുകളുടെ ഭൂമി കൈയടക്കി വച്ചിരിക്കുന്ന ധനവാനായ ഒരു ജെറുസലേംകാരനുണ്ട്. ഹേറോദിൻ്റെ കുടുംബക്കാരനാണ്. അയാൾക്ക് വേണ്ടിയാണ് ഈ 2 പേരും പണിയെടുക്കുന്നത്. ഏത് വിപത്തുണ്ടായാലും മുതലെടുക്കാൻ കുറേ പേർ ഉണ്ടാകും. ഹെബ്രോണിലേക്ക് പോകുന്ന വഴിക്ക് കുന്നിൻ ചെരുവിൽ ആട് മേയിച്ചുകൊണ്ട് നടക്കുന്ന ലേവിയെയും ഏലിയാസിനെയും കണ്ടെത്താൻ പ്രയാസമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ സംസാരിക്കുന്നത് ബെത്ലഹേംകാരാരും കാണണ്ട. കണ്ടാൽ നിങ്ങളെ വെറുതെ വിടില്ല. അവരുടെ യജമാനനെ ഭയന്നാണ്
ഞങ്ങൾ അവരെ ഒന്നും ചെയ്യാത്തത്. അല്ലായിരുന്നെങ്കിൽ എന്തൊരു വിദ്വേഷം! നിങ്ങൾ അവരെ എന്തിനാണ് വെറുക്കുന്നത്? അവരെ വെറുക്കാൻ കാര്യമുണ്ട്. ഞങ്ങളെ ദ്രോഹിച്ചവരാണ് അവർ. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുകയാണ് എന്നാണ് അവർ കരുതിയത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. അവർ ഞങ്ങളെ ദ്രോഹിച്ചു. അതിന് അവരെയും ദ്രോഹിക്കണം. അവരുടെ വിഡ്ഢിത്തം കൊണ്ട് ഏറെ പേർ കൊല്ലപ്പെട്ടു. അതിന് ഞങ്ങൾ അവരെ കൊല്ലേണ്ടതായിരുന്നു. അപ്പോൾ ആ ബുദ്ധി തോന്നിയില്ല. പിന്നീട് ഹെരോദിന്റെ ആൾ വന്നു. അയാൾ വന്നിരുന്നില്ലെങ്കിൽ ആദ്യത്തെ ആ പ്രതികാരേച്ഛ വികാരം തണുത്തിട്ടും നിലനിൽക്കുമായിരുന്നുവോ? അയാളെ നിങ്ങൾ കൊല്ലുമായിരുന്നോ? കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊല നടന്ന സമയത്ത് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയത് സ്വാഭാവികമായിരിക്കാം. പക്ഷേ കൊല്ലങ്ങൾക്ക് ശേഷം അവരുടെ യജമാനനെ ഭയമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ ഈ നിമിഷം കൊന്നേനെ. മനുഷ്യ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിരോധം അരുത്, വിദ്വേഷം വേണ്ട. മറ്റുള്ളവർക്ക് ദോഷം വരാൻ ആഗ്രഹിക്കരുത്. തിന്മ പ്രവർത്തിക്കാൻ ഉത്സാഹം കാട്ടരുത്. അവർ തെറ്റൊന്നും ചെയ്തില്ല. അഥവാ ചെയ്താൽ തന്നെ ക്ഷമിക്കൂ. ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷമിക്കുക. ഇത് ബെത്ലഹേമിലെ ആളുകളോട് പറയുക. നിങ്ങളുടെ ഹൃദയം വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാകുമ്പോൾ മിശിഹ വരും. നിങ്ങൾ അവരെ തിരിച്ചറിയും. അവൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ ആ കൂട്ടക്കൊല നടന്ന സമയത്തും മിശിഹ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. ഇടയന്മാരുടെയോ മന്ത്രവാദികളുടെയോ കുറ്റം കൊണ്ടല്ല കൂട്ടക്കൊല നടന്നത്. അത് പിശാചിൻ്റെ കുറ്റമാണ്. നിങ്ങൾക്ക് വേണ്ട മിശിഹ ഇവിടെ ജനിച്ചു. തൻ്റെ പൂർവികന്മാരുടെ നാട്ടിന് വെളിച്ചമായി അവൻ വന്നു. കന്യകയായ മാതാവിൻ്റെ മകനായി പിറന്ന ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവൻ. ആ സമയത്ത് ദാവീദിൻ്റെ വംശം തകർന്നടിഞ്ഞിരുന്നു. അവൻ ലോകത്തിന് അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹവുമായാണ് വന്നത്. അവൻ ലോകത്തിന് പുതിയ ഒരു ജീവൻ നൽകി. ഇറങ്ങൂ പുറത്ത്, ഇവിടെ നിന്ന് പോകൂ. നീയും ആ കള്ള മിശിഹായുടെ അനുയായിയാണ്. ഞങ്ങൾക്ക് ബെത്ലഹേംകാർക്കെല്ലാം കഷ്ടകാലവുമായി വന്ന അയാൾ മിശിഹായാകാൻ തരമില്ല. നീ അയാളെ രക്ഷിക്കാൻ നോക്കുന്നു. മിണ്ടാതിരിക്കൂ. ഞാനും യൂദയാക്കാരനാണ്. എനിക്ക് സ്വാധീനമുള്ള സുഹൃത്തുക്കളുണ്ട്. താൻ പറഞ്ഞ ഈ മര്യാദയില്ലാത്ത വാക്കുകൾക്ക് തന്നോട് പകരം ചോദിക്കാൻ എനിക്ക് പറ്റും. യൂദാസ് ചോദിച്ചു. കൃഷിക്കാരൻ്റെ ഉടുപ്പിൽ ബലമായി പിടിച്ച് അയാളെ കുലുക്കിക്കൊണ്ട് കോപിച്ചു വിറച്ചാണ് യൂദാസ് സംസാരിച്ചത്. വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി. ബെത്ലഹേമിലെ ആളുകളോടും റോമൻ അധികാരികളോടും ഹേറോദിനോടും ഇടയാൻ ഞാൻ ആളല്ല. ശപിക്കപ്പെട്ടവരെ, പോകൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചു പുറത്താക്കും. യൂദാസേ, നമുക്ക് പോകാം. അയാൾ എന്തും പറയട്ടെ, അത് കൂട്ടാക്കണ്ട. അയാൾ അയാളുടെ വിദ്വേഷത്തിൽ കഴിയട്ടെ. കഠിനമായ വിദ്വേഷം വച്ച് പുലർത്തുന്നിടത്ത് ദൈവം പ്രവേശിക്കില്ല. നമുക്ക് പോകാം. ഞങ്ങൾ പോകുന്നു. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. യൂദാസേ, അങ്ങനെ പറയരുത്. അവർ കുരുടന്മാരാണ്. ഇത്തരം ഏറെ കുരുടന്മാരെ നാം വഴിനീളെ കാണും. സൈമണും ജോണും ആദ്യമേ വീടിന് പുറത്തിറങ്ങി. പിന്നാലെ യൂദാസും ഈശോയും പോന്നു. തൊഴുത്തിൻ്റെ അപ്പുറത്ത് കൃഷിക്കാരൻ്റെ ഭാര്യ നിൽപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, എൻ്റെ ഭർത്താവിന് മാപ്പ് കൊടുക്കണം. ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ കാരണമാകുമെന്ന് വിചാരിച്ചില്ല. ഇതാ, ഇത് കൊണ്ടുപോയിക്കോളൂ. നാളെ രാവിലെ ഇത് കഴിക്കാം. ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് തരാൻ ഇവിടെ വേറൊന്നുമില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ എവിടെയാണ് രാത്രി തങ്ങാൻ പോകുന്നത്? ആ സ്ത്രീ ഈശോയ്ക്ക് കുറച്ച് മുട്ടകൾ കൊടുത്തു. അതോർത്ത് വിഷമിക്കേണ്ട. എവിടെയാണ് പോകാവുന്നത് എന്ന് എനിക്കറിയാം. നീ കാണിച്ച സന്മനസ്സിന് നന്ദി. സമാധാനം നിന്നോട് കൂടെ. പൊയ്ക്കൊള്ളൂ. ഒന്നും മിണ്ടാതെ അവർ അല്പദൂരം നടന്നു. പിന്നെ യൂദാസ് പൊട്ടിത്തെറിച്ചു. അങ്ങ് എന്തുകൊണ്ട് അങ്ങയെ ആരാധിക്കാൻ അവനെ നിർബന്ധിച്ചില്ല? വായ് തുറന്നാൽ ദൈവദൂഷണം മാത്രം പറയുന്ന ആ നിസ്സാരനെ അങ്ങ് എന്തുകൊണ്ട് ഒരു പാഠം പഠിപ്പിച്ചില്ല? മിശിഹ ആയ അങ്ങയോട് യാതൊരു ബഹുമാനവും കാണിക്കാത്ത അവനെ അടിച്ചിരുത്തേണ്ടതായിരുന്നു. ഞാൻ അത് ചെയ്തേനെ. ഈ സമറിയക്കാരെ എല്ലാം ഒരത്ഭുതം പ്രവർത്തിച്ച് ചാമ്പലാക്കേണ്ടതാണ്. ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതേ ഉള്ളു വഴി. എത്ര പ്രാവശ്യം ഞാൻ ഇത് തന്നെ കേൾക്കുന്നു.
എനിക്കെതിരായി പാപം ചെയ്യുന്നവരെയെല്ലാം ഭസ്മമാക്കിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? ഇല്ല, നശിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, പടുത്തുയർത്താനാണ്. അതിനു മുമ്പ് അവർ അങ്ങയെ നശിപ്പിക്കും. ഈശോ മറുപടി പറയുന്നില്ല. സൈമൺ ചോദിക്കുന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ കൂടെ പോരൂ, എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ വിട്ടുപോയതിൽ പിന്നെ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ എങ്ങനെ അറിയാനാണ്? യൂദാസ് ചോദിച്ചു. അയാൾ ഇപ്പോഴും കോപിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, അത് അത്ര മനോഹരമായ സ്ഥലമല്ല. ഞാൻ പണ്ട് അവിടെ പോയിട്ടുണ്ട്. അത് ബെത്ലഹേമിലല്ല, കുറച്ച് പുറത്താണ്. നമുക്ക് ഈ വഴി പോകാം. മുമ്പിൽ ഈശോയും പിറകിൽ സൈമൺ, യൂദാസ്, ഏറ്റം അവസാനം ജോൺ. വഴിയിലെ ചരൽക്കല്ലുകളിൽ ചെരുപ്പ് പതിയുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഇടയ്ക്ക് ആരോ തേങ്ങിക്കരയുന്ന ശബ്ദം കേൾക്കാം. ആരാണ് കരയുന്നത്? ഈശോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. യൂദാസ് മറുപടി പറഞ്ഞു, അത് ജോൺ തന്നെ. അവൻ ആകെ പേടിച്ചിരിക്കുന്നു. ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ബെൽറ്റിൽ തിരുകിയിട്ടുള്ള കത്തിയിൽ ഞാൻ കൈവച്ചതാണ്. അപ്പോഴാണ് ഗുരുവിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നത്. കൊല്ലരുത്, ക്ഷമിക്കണം. നീ പിന്നെ എന്തിനാണ് കരയുന്നത്? യൂദാസ് ചോദിച്ചു. ലോകർ ഈശോയെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വേദനിക്കുന്നു. അവർ ഗുരുവിനെ തിരിച്ചറിയുന്നില്ല, ഗുരുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. ഇത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. കുത്തുന്ന മുള്ളുകൊണ്ട് എൻ്റെ ഹൃദയം കുത്തി വ്രണപ്പെടുത്തിയാലെന്ന പോലെ വേദനിക്കുന്നു. എൻ്റെ അമ്മയുടെ പുറത്ത് ആരെങ്കിലും ചവിട്ടിയാൽ, എൻ്റെ അപ്പൻ്റെ മുഖത്ത് ആരെങ്കിലും തുപ്പിയാൽ ഉണ്ടാകുന്ന വിഷമം എനിക്കുണ്ട്. അതിനേക്കാൾ കൂടുതലായ വിഷമമുണ്ട്. റോമാക്കാരുടെ കുതിരകൾ വിശുദ്ധ പെട്ടകത്തിൽ നിന്നും വൈക്കോൽ തിന്നുന്നത് കണ്ടാലെന്ന പോലെ ആ കുതിരകൾ ദേവാലയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഭാഗത്ത് വിശ്രമിക്കുന്നത് കണ്ടാലെന്ന പോലെ എൻ്റെ മനസ്സ് നോവുന്നു. കരയണ്ട ജോൺ, ഇപ്പോഴും എന്നെന്നും നീ സ്വയം പറയണം. അവൻ പ്രകാശമായിരുന്നു. അന്ധകാരത്തിൽ പ്രകാശമേകാൻ അവൻ വന്നു. പക്ഷേ അന്ധകാരം അവനെ തിരിച്ചറിഞ്ഞില്ല. അവനുണ്ടാക്കിയ ലോകത്തിലേക്ക് അവൻ വന്നു, എന്നാൽ ലോകം അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ പിറന്ന നഗരത്തിൽ വന്നു, സ്വന്തം നാട്ടിലേക്ക് വന്നു. അവൻ സ്വന്തം ആളുകളുടെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ജോൺ, നീ ഇങ്ങനെ കരയാതെ. ഇത് ഗലീലിയായിൽ സംഭവിക്കില്ല, ജോൺ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. യൂദയായിൽ പോലും ഇത് സംഭവിക്കില്ല. ജെറുസലേം തലസ്ഥാന നഗരമാണ്. 3 ദിവസം മുമ്പ് അങ്ങയെ മിശിഹായായി അവർ സ്വീകരിച്ചു. അങ്ങയ്ക്ക് ഓശാന പാടി. ഈ സ്ഥലത്ത് താമസിക്കുന്നവർ സംസ്കാരമില്ലാത്ത കൃഷിപ്പണിക്കാരും ഇടയന്മാരും ചന്തയിൽ പച്ചക്കറി വിൽക്കുന്നവരും ആണ്. അവരുടെ പെരുമാറ്റത്തിൽ നിന്നും യൂദയായെ മൊത്തം വിധിക്കരുത്. എല്ലാ ഗലീലിയക്കാരും നല്ലവരല്ലെന്ന് ഓർത്തുകൊള്ളണം. കള്ളമിശിഹ യൂദാസ് ഗലീലിയക്കാരനായിരുന്നില്ലേ? അവൻ പറഞ്ഞു. യൂദാസേ, നിർത്തൂ. കോപിച്ചിട്ട് എന്തു ഫലം? ഞാൻ ശാന്തനായിരിക്കുന്നില്ലേ? നിങ്ങളും ശാന്തരായിരിക്കണം. യൂദാസ്, ഇവിടെ വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യൂദാസ് ഈശോയുടെ അടുത്ത് ചെന്നു. യൂദാസേ, ഈ പേഴ്സ് വെച്ചോളൂ. നാളത്തേക്ക് വേണ്ട സാധനങ്ങൾ നീ വാങ്ങി വച്ചുകൊള്ളണം. ഇന്ന് രാത്രി നമ്മൾ എവിടെയാണ് തങ്ങാൻ പോകുന്നത്? പുഞ്ചിരിച്ചതല്ലാതെ ഈശോ മറുപടി ഒന്നും പറഞ്ഞില്ല. നേരം ഇരുട്ടി. ചന്ദ്രികയിൽ കുളിച്ച് നിൽക്കുകയാണ് ഭൂമി. രാക്കുയിലുകൾ ഒലിവ് മരങ്ങളിലിരുന്ന് പാടുന്നുണ്ട്. ഉരുകിയ വെള്ളി ഒഴുകുന്നത് പോലെ ഒരരുവി ഒഴുകുന്നു. അതിൻ്റെ മുഴക്കം കേൾക്കാം. കൊയ്ത്തു കഴിഞ്ഞ് പാടങ്ങളിൽ കിടക്കുന്ന വൈക്കോലിൻ്റെ മണം, മാംസത്തിൻ്റെ ചൂടുള്ള മണം. പശുക്കൾ അമറുന്നു, ആടുകൾ കരയുന്നു. ബെത്ലഹേമിൻ്റെ കുന്നുകളിൽ അവിടവിടെ അന്തിവിളക്കുകൾ കത്തി നിൽപ്പുണ്ട്. ഇവിടെയോ? ഇവിടെ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങ് എവിടെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? പട്ടണം ഇവിടെ അവസാനിക്കുകയാണല്ലോ. എനിക്കറിയാം, വരൂ. ആ തോടിൻ്റെ വക്കിലൂടെ നടന്നോളൂ. എൻ്റെ പിന്നാലെ നടന്നോളൂ. ഏതാനും ചുവടുകൂടി നടന്നാൽ മതി. ഇസ്രായേലിൻ്റെ രാജാവ് താമസിച്ചിരുന്ന സ്ഥലം നിങ്ങൾക്ക് കാട്ടിത്തരാം. എന്തും വരട്ടെ എന്ന് വച്ച് യൂദാസ് നടക്കുകയാണ്. അയാൾ നിശബ്ദനാണ്.
ഏതാനും ചുവട് നടന്നപ്പോൾ അവർ തകർന്ന കെട്ടിടങ്ങളുടെ ഒരു കൂമ്പാരം കണ്ടെത്തി. തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ. ഒരു വലിയ മതിൽ നടുവേ പിളർന്നിരിക്കുന്നു. അപ്പുറത്ത് ഒരു ഗുഹ കാണാം. നിങ്ങളുടെ കയ്യിൽ തിരിയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കത്തിക്കൂ, ഈശോ പറഞ്ഞു. സൈമൺ സഞ്ചിയിൽ നിന്നും ഒരു വിളക്കെടുത്ത് കൊളുത്തി ഈശോയുടെ കയ്യിൽ കൊടുത്തു. ഉള്ളിലേക്ക് വരൂ, വിളക്കുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു. വരൂ, ഇവിടെയാണ് ഇസ്രായേലിൻ്റെ രാജാവ് പിറന്നത്. ഗുരു, അങ്ങ് തമാശ പറയുകയാണോ? ഇത് വൃത്തികെട്ട ഒരു ഗുഹയാണ്. എനിക്കവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വല്ലാത്ത ദുർഗന്ധമുണ്ട്. തേളുകളും ഒരുപക്ഷെ പാമ്പുകളും കാണും. എങ്കിലും ഇവിടെയാണ് ചിസ്ലവ് മാസത്തിൻ്റെ 25-ാം ദിവസം രാത്രി വിളക്കുകളുടെ തിരുനാളിൻ്റെ അന്ന് ക്രിസ്തു പിറന്നത്. കന്യകയിൽ നിന്നും ഇമ്മാനുവേൽ, ദൈവവചനം മാംസമായി ജനിച്ചു. മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ദൈവം മനുഷ്യനായി പിറന്നു. നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ പിറന്നു. ഇന്നത്തെ പോലെ തന്നെ അന്നും തങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരം മനുഷ്യൻ ചെവിക്കൊണ്ടില്ല. ലോകം അമ്മയെ തള്ളിക്കളഞ്ഞു. യൂദാസേ, ഇവിടെ പറന്ന് നിറമുള്ള ആ ഓന്തുകളെ കണ്ടിട്ടോ 8 വല കണ്ടിട്ടോ നീ വിഷമിക്കണ്ട. കസവ് നെയ്ത നിന്റെ മേലങ്കി നിലത്ത് കിടക്കുന്ന ചാണകം പുരളാതെ പൊക്കിപ്പിടിക്കണ്ട. മാലാഖമാർ ആർക്കു വേണ്ടി മഹത്വത്തിൻ്റെ ഗാനം പാടിയോ, ആ ശിശുവിൻ്റെ കളിപ്പാട്ടം പോലെ കിട്ടിയ നിശാകീടങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് ഈ കീടങ്ങൾ. മാലാഖമാർ പാടിയ ആ ഗാനമാണ് ഇടയന്മാർ കേട്ടത്. അവർ മദ്യപിച്ച് ഉന്മത്തരായതല്ല, യഥാർത്ഥ ആനന്ദം കൊണ്ട് മതിമറന്നവരായിരുന്നു അവർ. എൻ്റെ രാജകീയ തൊട്ടിലിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നത് ചിലന്തിവലകളായിരുന്നു. നീ ഈ നിലത്ത് ചവിട്ടാൻ മടിക്കേണ്ട. ഇവിടെ ചാണകം കിടപ്പുണ്ടായിരിക്കാം, പക്ഷേ ഏറ്റവും പരിശുദ്ധയായ, നിർമ്മലയായ, അമലോത്ഭവയായ ദൈവമാതാവിൻ്റെ പാദങ്ങൾ സ്പർശിച്ച് പവിത്രമാക്കിയ നിലമാണ് ഇത്. ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിൻ്റെ അമ്മ ആകേണ്ടതുകൊണ്ട് അവൾ പ്രസവിച്ചു. പാപത്തിൻ്റെ കറ തീണ്ടിയിട്ടില്ലാത്ത അവൾ ഈ തറയിൽ ചവിട്ടി നടന്നു. ഇവിടെ ചവിട്ടാൻ നീ ലജ്ജിക്കേണ്ടതില്ല. അവളിൽ നിന്ന് പ്രസരിച്ച വിശുദ്ധി നിന്റെ പാദങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് അരിച്ചു കയറട്ടെ. സൈമൺ മുട്ടുകുത്തി നിന്നു. ജോൺ നേരെ പുൽത്തൊട്ടിയുടെ അടുത്തേക്ക് പോയി അതിൽ ചാരി നിന്ന് കരഞ്ഞു. യൂദാസിന് ആകെ ഭയവും പരിഭ്രമവും. വികാരവിവശനാണ് അയാൾ. തൻ്റെ മനോഹരമായ മേലങ്കിയെക്കുറിച്ചുള്ള ചിന്ത മറന്ന് അയാൾ തറയിൽ മുട്ടുകുത്തി നിന്നു. ഈശോയുടെ ഉടുപ്പിൻ്റെ തുമ്പെടുത്ത് ചുംബിക്കുകയും മാറത്തടിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു, നല്ലവനായ ഗുരു, അങ്ങയുടെ ദാസൻ്റെ അഹങ്കാരം മാഞ്ഞു പോകുന്നു. അങ്ങയെ അങ്ങായി ഞാൻ കാണുന്നു. ഞാൻ സ്വപ്നം കണ്ടിരുന്ന രാജാവല്ല, അനന്തകാലം വാഴുന്ന രാജാവ്, വരാൻ പോകുന്ന നൂറ്റാണ്ടുകളുടെ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ്. കർത്താവായ ദൈവമേ, എന്നിൽ കരുണ തോന്നണമേ, കരുണ. എൻ്റെ കാരുണ്യം പൂർണ്ണമായും നിനക്കുണ്ടായിരിക്കും. ഇനി നമുക്കുറങ്ങാം. കന്യകാമാതാവും ശിശുവും ഉറങ്ങിയ ആ സ്ഥലത്ത് ഉറങ്ങാം. അമ്മ ധ്യാനനിമഗ്നയായി നിന്ന പോലെ അതാ ജോൺ നിൽക്കുന്നു. എൻ്റെ വളർത്തപ്പൻ നിന്നിടത്താണ് സൈമൺ മുട്ടുകുത്തി നിൽക്കുന്നത്. അതല്ല, ഉറങ്ങണ്ട എന്നാണെങ്കിൽ ആ രാവിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാം. ഗുരു, അതു മതി. അങ്ങയുടെ ജനനത്തെപ്പറ്റി പറയൂ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒരു മുത്തായിരിക്കും. ഈ കഥ ഞങ്ങൾ ലോകത്തെ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കും. ഞങ്ങൾ അങ്ങയുടെ കന്യകയായ മാതാവിനെ ബഹുമാനിക്കട്ടെ, അങ്ങയുടെ അമ്മ എന്ന നിലയിൽ മാത്രമല്ല, കന്യക എന്ന നിലയിലും. ആദ്യം യൂദാസും പിന്നെ സൈമണും അവസാനം ജോണുമാണ് സംസാരിച്ചത്. പുൽത്തൊട്ടിയുടെ അടുത്തു നിന്ന് പുഞ്ചിരിക്കുകയും കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്ന ജോൺ. വന്ന് ഈ വൈക്കോലിൽ ഇരിക്കൂ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. താൻ പിറന്ന രാത്രിയെപ്പറ്റി ഈശോ അവരോട് സംസാരിച്ചു തുടങ്ങി. അമ്മ എന്നെ പ്രസവിക്കാനുള്ള കാലമടുത്തപ്പോൾ ചക്രവർത്തിയുടെ പ്രതിനിധിയായ പുബ്ലിയസ് സുൽപ്പീഷ്യസ് ക്യുറൈനസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. സീസർ അഗസ്റ്റസിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഈ കൽപ്പന.
അന്ന് പലസ്തീന ഭരിച്ചിരുന്നത് സെൻസിയസ് സാറ്റർനൈസ് ആയിരുന്നു. സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ എല്ലാം ഒരു കാനേഷുമാരി കണക്കെടുക്കാൻ പോകുകയാണ്. അടിമകളല്ലാത്തവരെല്ലാം അവരവരുടെ ജന്മദേശത്തേക്ക് പോകണം. അവിടെ പോയി ഔദ്യോഗിക രജിസ്റ്ററിൽ പേര് ചേർക്കണം. ഇതായിരുന്നു കൽപ്പന. അമ്മയുടെ ഭർത്താവായ ജോസഫ് ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. അമ്മയും അതേ ഗോത്രത്തിലെ അംഗമായിരുന്നു. കൽപ്പന അനുസരിച്ച് അവർ നസ്രസിൽ നിന്ന് ബെത്ലഹേമിലേക്ക് വന്നു. ദാവീദ് രാജാവിൻ്റെ ജന്മസ്ഥലം ബെത്ലഹേമാണല്ലോ. അന്ന് മഞ്ഞുകാലമായിരുന്നു. അസഹനീയമായ തണുപ്പ്. ഈശോ കഥ തുടർന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു.